ഫാമിലി ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം, കാരണം ഇത് സെക്കൻഡ് ടൈമാണ്. കാരണം ഈ ഒരു ഷവൽ നോസ് ക്യാറ്റ് ഫിഷിന് മാത്രമേ ഈ ഒരു ഇഷ്യൂ വരുന്നുള്ളൂ. നിങ്ങൾ വിചാരിക്കും അത് ഡെഡ് ആയതാണ്. ഞാൻ കാണിച്ചത് ഇതുണ്ടല്ലേ, ഏകദേശം ഒരു 8 ഇഞ്ച് സൈസ് വരുന്ന ഒരു 10-15 പീസ് ഷവൽ നോസ് ഉണ്ട്. ചെറുതിലെടുത്താണ് 2 ഇഞ്ച് സൈസിൽ, കണ്ടില്ലേ? ഇങ്ങനെ നല്ല ഓക്കെയാണ്, നല്ല കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ ഇതണ്ട തിരിനും മല്ലും ബാലൻസ് തെറ്റിയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പം വന്നതാണ്, ഫസ്റ്റ് ഒന്നിന് വന്നു, ഇപ്പോൾ അത് ഇപ്പോൾ ഒരു 3 എണ്ണത്തിന് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ വന്നിട്ട് ഏകദേശം ഒരു 1 മന്ത് വരെ ഇങ്ങനെ ഉണ്ടാവും, എന്നിട്ട് ഡെഡായി ചെയ്യാം. ഫുഡിൻ്റെ പ്രശ്നമല്ല, വെള്ളത്തിൻ്റെ പ്രശ്നമല്ല, കാരണം ഇതിൻ്റെ കൂടെ തന്നെയാണ് മിക്സായിട്ട് നമ്മൾ വളർത്തിയത് ഹൈബ്രിഡ് ക്യാറ്റ് ഫിഷും റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷും. എന്തെങ്കിലും ഒരു ഫംഗസോ ഇൻഫെക്ഷൻ ആണെങ്കിൽ എല്ലാത്തിനും ഒപ്പരം വരണം. ഇത് ഈ ഒരു ടൈഗർ ഷവൽ നോസിൻ്റെ സ്പീഷീസിന് മാത്രമാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത്. ഞാൻ കുറേ ആൾക്ക് ചോദിച്ചിട്ടുണ്ട്, പല ആളും ഫുഡിൻ്റെ ഇൻഫെക്ഷൻ പറയുന്നത്, വെള്ളത്തിൻ്റെ പറയുന്നത്, ടെമ്പറേച്ചർ പറയുന്നത്. ഇതൊന്നുമല്ല, കാരണം അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എല്ലാത്തിനും ബാധിക്കണം ഈ ഒരു ഇഷ്യൂ. ഞാൻ ഫസ്റ്റ് ടൈം ഒന്നുമല്ല വളർത്തുന്നത്, എൻ്റെ 2.5 അടിൻ്റെ വരെ ഷവൽ നോസിൽ ഇഷ്ടം പോലെ ഉണ്ടായതാണ് കഴിഞ്ഞ സീസണിൽ. ഇതിപ്പോൾ ഈ സീസൺ തൊട്ടിട്ട് എനിക്ക് ഈ ഒരു ഇഷ്യൂ വന്നത്. ഞാൻ ഒരു ചെന്നാൽ ഒരു സ്ഥലത്ത് നിന്ന് എടുത്തതിൻ്റെ എന്തെങ്കിലും എന്താ പറയുക, ആ ഒരു ബാച്ചിൻ്റെ ഇഷ്യൂ ആയിരിക്കും. പക്ഷെ ഞാൻ പല ഭാഗത്തുനിന്നും എടുത്ത് കൊണ്ടാന്ന് ഒരു പ്രശ്നമില്ല, ചെറുതിലേ കൊണ്ടുവരും ഒരു 2 ഇഞ്ച് സൈസിൽ. എന്നിട്ട് ഇട്ട് വളർത്തി ഒരു ഈ ഒരു സൈസ് നമുക്ക് ഇങ്ങനെ ആയിട്ട് ഡെഡാവും. പെട്ടെന്നൊന്നും ഡെഡാവില്ല, ഒരു മാസത്തേക്ക് ഉണ്ടാവും. കണ്ടില്ലേ? നല്ല ഇപ്പോൾ നമ്മൾ ചത്തുന്ന് വിചാരിച്ചു, പക്ഷേ അതിൻ്റെ കപ്പാസിറ്റി ഉണ്ടാ. അതേപോലെ തന്നെ ഇതിപ്പോൾ ചെറുതിനെടുത്തിട്ടുണ്ട്. ഈ സൈസിലാണ് കൊണ്ടാന്ന് അതല്ലോ. ഇതൊരു 3 ഇഞ്ച് വരുന്ന ഷവൽ നോസ്. ഇപ്പം ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു സൈസ് ആകുമ്പോൾ സങ്കടമാണ് സത്യം പറഞ്ഞാൽ. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയെങ്കിൽ എനിക്കൊന്ന് പറയാമല്ലേ, കോൺടാക്ട് നമ്പർ ഞാൻ കോൺടാക്ട് ചെയ്യാം. ഓക്കെ.